അദ്ദേഹം സൂചിപ്പിക്കുന്ന കാര്യം മറ്റൊന്നാണ്. അത് മുൻപ് ഈ ജാമ്യം അനുവദിച്ച കോടതിയും സൂചിപ്പിച്ചിട്ടുള്ള കാര്യമുണ്ട്. അന്വേഷണം ഇഴയുന്നുണ്ടെന്നാണ് അന്ന് കോടതി പറഞ്ഞത്. ഇദ്ദേഹം പറയുന്ന കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ 2 പേരെ പിന്നീട് ഇതിൽ നിയോഗിച്ചിട്ടുണ്ട്. അവർ കേസിനെ വഴിതിരിച്ചു വിടാനുള്ള പണിയെടുക്കുന്നതാണ്. ശരി, പ്രതിപക്ഷം അവരുടെ പേരൊക്കെ തന്നെ പറയേണ്ടതാണ്. ഇത് ദുരൂഹമായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കാര്യം അങ്ങനെ ഇല്ലെങ്കിൽ പറയാനും പാടില്ല. അങ്ങനെ ദുരൂഹമായിട്ടൊന്ന് പൊതുസമൂഹത്തിനോട് പറയാം, ഇന്ന ആൾക്കാരുടെ പേര് പറയണം, അത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണതിൻ്റെ അർത്ഥം അതില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ വ്യക്തമായിട്ട് പറയാനുള്ള ബാധ്യത പ്രതിപക്ഷത്തുണ്ട്. ആരാണെന്നൊക്കെ സമൂഹം അറിയട്ടെ. ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഇതിലേക്ക് വന്നിട്ട് അഡീഷണൽ ആയിട്ട് വന്ന ഉദ്യോഗസ്ഥന്മാരാരെന്നൊക്കെ എല്ലാവർക്കും അറിയാനുള്ള ബാധ്യതയുണ്ട്. കാര്യം അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത പ്രതിപക്ഷം എന്തായാലും. അപ്പോൾ അത് തുറന്നു പറയണം. അപ്പോൾ ഇതാണ് പറയുന്നത്. അതിൻ്റെ അകത്തൊരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഒരു കാര്യം അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് നമ്മുടെ CPMൻ്റെ പ്രതിനിധി ശ്രീ സുരേഷ് കുമാർ പറഞ്ഞ പ്രധാന കാര്യം, ആ ഫോട്ടോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. കാരണം അത് ഈ കൊള്ളയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എങ്ങനെയാണ് ഈ പോറ്റിയുടെ എൻട്രി മുതലാണല്ലോ, പോറ്റിയെ കയറ്റിയെന്നാണ് ആ പാട്ടിന് എൻട്രി മുതലാണ് ഈ പ്രശ്നങ്ങൾ ദുരൂഹമാവുകയും അവിടെ നടക്കുന്നത്. അപ്പോൾ ഇയാളുടെ കടന്നുവരും എങ്ങനെ അവിടെ ഇതുപോലെ കാര്യങ്ങൾ അവസരം ഒരുക്കി കൊടുത്തു. 2 വളരെ ഉന്നതയായ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഈ പറഞ്ഞ പോറ്റിയെ, ഒന്നുമല്ലാത്ത വെറും ഒരു പോറ്റീനെ എന്തിനു കൊണ്ടുപോയി കയ്യിൽ ചരട് കൊട്ടിച്ച് കൊടുത്തു എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ അന്വേഷിക്കേണ്ട വിഷയം തന്നെ, സംശയം അകത്തില്ല. പക്ഷേ VD സതീശൻ പറഞ്ഞതിൻ്റെ അകത്ത് അവർ അത് അന്വേഷിക്കേണ്ടവരല്ല. പക്ഷേ എനിക്ക് തോന്നുന്നൊരു വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇനിയും എത്തേണ്ട സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ കടകംപള്ളിയെ ചോദ്യം ചെയ്തിരുന്നു, അതുമല്ല അതിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ട് കാര്യം. അടൂർ പ്രകാശിനെ അന്വേഷിച്ചു, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രശ്നമല്ല അവരുന്നയിക്കുന്ന കാര്യം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതാണ്. ഇതിൻ്റെ അന്വേഷണ ദിശയിൽ അന്നത്തെ മന്ത്രി കടകംപള്ളി അദ്ദേഹം സത്യം പറയാൻ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലാവാത്ത കാര്യം, ഈ ദേവസ്വം വകുപ്പിൽ ദേവസ്വം മന്ത്രി എന്തിനാണെന്നുള്ളതാണ് സത്യം മനസ്സിലാവാത്ത കാര്യം. ഒരു അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള എന്ത് നടപടികൾ എടുക്കാനോ സ്ഥലമാറ്റം മറ്റൊക്കെ വേണ്ടിയാണോ ഈ മന്ത്രി ഇരിക്കുന്ന കാര്യം. അദ്ദേഹം പറയുന്ന ഒരു ഫയൽ അദ്ദേഹം ആ വകുപ്പ് ദീർഘകാലം ഭരിച്ചാൽ നമ്മൾ പലപ്പോഴും ഗുരുവായൂരൊക്കെ പോയി അദ്ദേഹം ഫോട്ടോ ഇട്ടുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട്. എന്തിനോട് ഇരുന്നു? ഇപ്പോഴാ മന്ത്രി എന്തിനിരിക്കുന്നത്? ഒരു മന്ത്രി വാസവൻ എന്നാണ് മന്ത്രി, എന്തിനാ ഈ വകുപ്പോടെ ഇരിക്കുന്നത്? അങ്ങനെ യാതൊരു പ്രസക്തിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്തിനു സർക്കാരിൻ്റെ ജനങ്ങളുടെയും പൈസ അടിച്ചു മാറ്റണു? അതിന് കുറേ പേഴ്സണൽ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ മറുപടി പറയേണ്ട കാര്യം. അങ്ങനെ അവരെന്നെ പറയേണ്ട ഒരു ആവശ്യമില്ലാത്ത വകുപ്പ്, ഒരു മന്ത്രിയാണ് വെറുതെ ഇരിക്കുക എന്നുള്ളത്. ഇവരുടെ വായ നോക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കേണ്ട പോലെ ആവശ്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നൊക്കെ നാളെ വിശദീകരിക്കേണ്ടി വരും ചെയ്യും. കാര്യം അവർ തന്നെ പറയുന്ന കാര്യം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ദുരൂഹം നിൽക്കേണ്ട കാര്യം, ഇതിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് വിമർശനം. ദാമോദർ പ്രസാദ്, ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ശബരിമല സർക്കാരിന് ഒരു പ്രശ്നമാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പോലും മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അസ്വസ്ഥനായി പ്രതികരിക്കുന്നത് കാണുകയും ചെയ്തു. CPMനെ സംബന്ധിച്ച് ആദ്യം ഫിക്സ് ചെയ്യേണ്ട ഒരു പ്രശ്നമായിട്ട് അവരുടെ മുമ്പിൽ ഈ പറയുന്ന സംഗതി ഉണ്ട്. അതിന് അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് എന്താണ്? ഈ പത്മകുമാറിനെതിരെ ഒരു രാഷ്ട്രീയ നടപടി സ്വീകരിച്ചാൽ ഈ പ്രശ്നത്തിൽ നിന്ന് ഊരാൻ പറ്റുമോ? അല്ല, ഊരാൻ പറ്റാത്ത പോലെ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യം വൈകിപ്പോയി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതുകൊണ്ട് പരിഹരിക്കുന്നൊരു ഘട്ടം കഴിഞ്ഞു എനിക്ക് തോന്നുന്നു. കാര്യം ബഹുമാനയുടെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നതിൽ തന്നെ ഒരു കൗതുക കാര്യമുണ്ട്. കാര്യം മുഖ്യമന്ത്രി ആദ്യം വിശദീകരിച്ച കാര്യം, കേരളത്തിൻ്റെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ചു കാല നടപടികളും വളരെ പോസിറ്റീവായ കാര്യങ്ങൾ എഴുതി വായിക്കുകയും അത് വളരെ സ്ഫുടമായിരുന്നു. അതിനുശേഷമാണ് ചോദ്യത്തിൻ്റെ അടിസ്ഥാനം ശബരിമലയുടെ കാര്യത്തിലേക്ക് വരുന്നത്. അതോടെ മുഖ്യമന്ത്രിക്ക് ഒരു പ്രകോപനമായ ചോദ്യം വന്ന മുഖ്യമന്ത്രി കുപിതനാവുമ്പോൾ തന്നെ സാധാരണ ഇതിൽ നമുക്കറിയാം, മുഖ്യമന്ത്രി ക്ഷുഭിതനാവുന്ന, മുഖ്യമന്ത്രി ചില ഉത്തരങ്ങൾ പറയാൻ പറ്റാൻ ക്ഷുഭിതനാവുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും കണ്ട കാര്യമാണ്. കുറ്റം നമ്മൾ ഇതായിട്ട് പറയില്ല. പക്ഷേ മുഖ്യമന്ത്രി തന്നെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്ന സ്ഥിതി എന്ന് പറയുന്ന ഒരു കഷ്ടമല്ലേ? കാര്യം CPMനെ മറ്റ് ടെലിവിഷൻ ചാനലുകൾ ചർച്ച ചെയ്യുന്ന ആൾക്കാരുടെ ഡിഫൻസ് കൊണ്ട് വലിയ കാര്യമില്ലല്ലോ. കാര്യം ഇപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ചുള്ള ഒരു സവിശേഷമായ കാര്യം എനിക്ക് തോന്നിയ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ വ്യത്യസ്തമായിട്ട് ഇന്ന് KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരേപോലെ ഡിഫൻസ് വന്നു. MP രാജേഷ് പറഞ്ഞു CPMന് ഡിഫൻസ് ആ നിലയ്ക്ക് തന്നെ നേതാക്കളുടെ ഡിഫൻസ് വളരെ ദുർബലമാണ്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് പ്രതിരോധിച്ചാലാണ് ജനങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ള ഒരു വശമുണ്ട്. അപ്പോൾ ആ പ്രകോപനപരമായിട്ടുള്ള വശം നമ്മൾ കണ്ടു. അതിൻ്റെ അകത്ത് അത് നേരിട്ട് ചോദ്യമായിരുന്നു. എന്തുകൊണ്ട് ഇപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട 2 ആൾക്കാരുണ്ട്, അത് മുഖ്യമന്ത്രി തന്നെ യോജിച്ചാണ്. എന്തുകൊണ്ട് അവരെക്കുറിച്ച് പരാമർശിക്കാൻ പോലും മുഖ്യമന്ത്രി വിമുഖത കാണിക്കുന്നു? അത് അന്വേഷണം കഴിയട്ടെന്ന്. അപ്പോൾ അന്വേഷണം കഴിയുമ്പോൾ ചില വിധിതീർപ്പുകളൊക്കെ നമ്മൾ തന്നെ വിധിതീർപ്പിലെത്തേണ്ട ശരിയാണ്. പക്ഷേ അവർ ജാമ്യം നിഷേധിക്കപ്പെട്ട് കിടക്കുകയാണ്. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് പറയുന്നത്. കാര്യം അദ്ദേഹത്തിനൊക്കെ നിയോഗിക്കപ്പെട്ട ആൾക്കാരാണ് അവർ.